Hi, I am Dr. Radhakrishnan Nair, practicing gynecologist with special interest in andrology and sexual medicine from Cochin. വിവാഹം തീരുമാനിച്ചെങ്കിൽ അടുത്തത് പ്രീമറൈറ്റൽ കൗൺസിലിംഗ് അത് കമ്പൽസറി ആയിട്ട് എടുക്കണമെന്നാണല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. പ്രീമറൈറ്റൽ കൗൺസിലിംഗിന്റെ പ്രാധാന്യം അതെന്താണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നെ കാണാൻ വന്ന ഒരു ദമ്പതിയുടെ കഥയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് അവർക്ക് 4 വർഷമായി. ഇപ്പോൾ രണ്ടുപേരും വിദേശത്ത് ജോലി ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാണ് ഭാര്യ ഹസ്ബൻഡിനോടൊപ്പം വിദേശത്ത് സ്ഥിരതാമസത്തിന് പോയത്. എന്നോട് അവർ പറഞ്ഞു, കുട്ടികൾ ഉടനെ വേണ്ട എന്ന കാരണം ആദ്യത്തെ വർഷം ഞങ്ങൾ ഒന്നിനും ശ്രമിച്ചില്ല എന്ന്. പക്ഷെ ഹസ്ബൻഡിനൊപ്പം വിദേശത്ത് പോയി 6 മാസം കഴിഞ്ഞത് മുതൽ ഞങ്ങൾ ശ്രമിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു തരത്തിലും ശാരീരിക ബന്ധം കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. എപ്പോൾ ശ്രമിച്ചാലും ഹസ്ബൻഡിന് അത് സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് ഉദ്ധാരണക്കുറവുള്ളത് കൊണ്ടാണ് സാധിക്കാത്തത്. ഞങ്ങൾ അവിടെ ഒരു യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. അദ്ദേഹം ഹസ്ബൻഡിന്റെ ഹോർമോൺ എല്ലാം ചെക്ക് ചെയ്തു. എല്ലാം നോർമൽ ആയിരുന്നു. അങ്ങനെ ചില മരുന്നുകൾ കുറിച്ചു തന്നു. പക്ഷെ മരുന്നുകൾ കഴിച്ചിട്ടും അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓരോ പ്രാവശ്യം ട്രൈ ചെയ്യും തോറും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത വരുന്നതിനാൽ രണ്ടുപേർക്കും വിഷമം ഉണ്ടാവുകയും പിന്നെ കുറച്ചു നാളത്തേക്ക് ഒന്നിനും ട്രൈ ചെയ്യാതിരിക്കുകയും ചെയ്യും. പിന്നെ എപ്പോഴെങ്കിലും ട്രൈ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ശ്രമിക്കുമ്പോൾ ഇതേ പ്രശ്നം തന്നെ. ശരി, ഇനി നാട്ടിൽ വന്നിട്ട് ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പരിശോധിച്ചിട്ട് അവർക്ക് ഹൈമൻ ടൈറ്റ് ആണെന്നും ഒരു ചെറിയ സർജറി ചെയ്താൽ ശരിയാവുമെന്നും പറഞ്ഞു. സർജറി കഴിഞ്ഞ് അവർ വീണ്ടും വിദേശത്തേക്ക് മടങ്ങിപ്പോയി. 1 മാസം കഴിഞ്ഞ് വീണ്ടും അവർ ശ്രമിച്ചപ്പോൾ വീണ്ടും പരാജയപ്പെട്ടു. അടുത്ത അവധിക്ക് നാട്ടിൽ വന്ന് 2-3 കൗൺസിലിംഗ് സെക്ഷൻസ് ഒക്കെ നടത്തി നോക്കി. ഒരു ഇംപ്രൂവ്മെന്റും ഇല്ലാതെ വന്നപ്പോൾ അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എന്നെ കാണാൻ വന്നു. ഞാൻ രണ്ടുപേരോടും ഒരുമിച്ചും തനിയെയും സംസാരിച്ചു. ഹസ്ബൻഡിനെ പരിശോധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിനുണ്ടാവുന്ന പ്രശ്നം റിപ്പീറ്റഡ് ആയിട്ടുള്ള പരാജയവും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിലുമുള്ള ആങ്സൈറ്റി മൂലമാണെന്ന് അയാളെ പറഞ്ഞു മനസ്സിലാക്കി. വൈഫിനോട് സംസാരിച്ചപ്പോഴാണ് കംപ്ലീറ്റ് ആവാൻ പറ്റാത്തതിന് കാരണം ഭാര്യയ്ക്കുണ്ടാവുന്ന പേടിയായിരുന്നുവെന്ന് മനസ്സിലായത്. യോനി സങ്കോചം അല്ലെങ്കിൽ വജൈനിസ്മസ് എന്ന് പറയുന്ന കണ്ടീഷൻ. പക്ഷെ അവരെ അത് പറഞ്ഞു മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായി. കാരണം നാട്ടിലെ ഗൈനക്കോളജിസ്റ്റ് ഒരു ഫിംഗർ ഇൻസേർട്ട് ചെയ്തപ്പോൾ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലത്ര. ചിലപ്പോൾ 1-2 ഫിംഗേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റിയാലും ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് തടസ്സമാവുന്നത് വജൈനിസ്മസ് കൊണ്ടാവാം. അവർക്ക് പേടി ഒട്ടുമില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷെ 1-2 ചോദ്യങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അത് അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. രണ്ടുപേരും ഒരാഴ്ച ലീവ് എടുത്ത് എൻ്റെ അടുത്ത് വരികയും വജൈനിസ്മസിനുള്ള ട്രീറ്റ്മെന്റും കൗൺസിലിങ്ങും എല്ലാം എടുത്ത് ഒരാഴ്ച കൊണ്ട് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് മടങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഈ വജൈനിസ്മസ് എന്ന പ്രോബ്ലം നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നോ എന്നതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായും പറ്റും. അവിടെയാണ് നമ്മുടെ പ്രീമറൈറ്റൽ കൗൺസിലിങ്ങിന്റെ റൂൾ. പ്രീമറൈറ്റൽ കൗൺസിലിങ്ങിന് വേണ്ടി എൻ്റെ അടുത്ത് വരുന്ന എല്ലാ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും അവരുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ പറ്റിയും സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഇവർക്കുണ്ടാവും. ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവർ ഒത്തിരി റിലാക്സ്ഡ് ആവാറുണ്ട്. സ്ത്രീകൾക്ക് ഒരു തരത്തിലുമുള്ള ശാരീരിക പരിശോധനയും ഞാൻ നടത്താറില്ല എൻ്റെ ക്ലിനിക്കിൽ. അതിന്റെ ആവശ്യവും പ്രീമറിറ്റൽ കൗൺസിലിങ്ങിന്റെ സമയത്ത് വേണ്ടിവരില്ല. സ്വയം ഒരു ശാരീരിക പരിശോധന നടത്തുന്നത് എങ്ങനെയെന്ന് അവർക്ക് പിക്ചേഴ്സും വീഡിയോസും കാണിച്ച് മനസ്സിലാക്കി കൊടുക്കും. അവർ വീട്ടിൽ പോയി അങ്ങനെ ഒരു സ്വയം പരിശോധന നടത്തിക്കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തിരിച്ചു വരാൻ ഞാൻ പറയും. അങ്ങനെ പ്രശ്നമുണ്ടെന്ന് ബോധ്യമായാൽ അപ്പോൾ മാത്രം അതിനു വേണ്ടുന്ന ടെസ്റ്റുകളും പരിശോധനകളും നടത്തും. സ്വയം ഒരു ശാരീരിക പരിശോധനയ്ക്ക് പ്രാപ്തയാക്കുക എന്നതാണ് നമ്മുടെ പ്രീമറിറ്റൽ കൗൺസിലിംഗിന്റെ സമയത്തെ ലക്ഷ്യം. ഈ ഒരു സ്വയം പരിശോധന വഴി ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, വജൈനിസ്മസ് ഉൾപ്പെടെ. അങ്ങനെ വിവാഹത്തിന് മുമ്പ് തന്നെ വജൈനിസ്മസ് ഉണ്ട് എന്ന് പിടിക്കാനും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുവാനും കഴിയുമല്ലോ. വിവാഹം കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ ഇത് സഹായിക്കുകയും ചെയ്യും.
ഇന്ന് കല്യാണം കഴിഞ്ഞ് 1 വർഷം മുതൽ 12 വർഷം വരെ ഒരു റിലേഷൻഷിപ്പും സാധ്യമാകാതെ ദമ്പതികൾ എന്നെ കാണാൻ വരാറുണ്ട്. ചിലർ ഈ പ്രശ്നം സോൾവ് ആയില്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി IVF അല്ലെങ്കിൽ IUI മുതലായ ചികിത്സകൾ ചെയ്യാറുണ്ട്. ഇതുവഴി കുട്ടികളെ ജനിപ്പിക്കാൻ പറ്റും. പക്ഷേ എന്നതല്ലാതെ ദാമ്പത്യ ബന്ധം അപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെ തുടരും. വിവാഹ ജീവിതത്തിൽ ശാരീരിക ബന്ധത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. നല്ല സുഹൃത്തുക്കളായ ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രമേ റെഗുലർ ആയിട്ടുള്ള ശാരീരിക ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കുടുംബത്തിൽ എപ്പോഴും ശാന്തിയും സമാധാനവും സന്തോഷവും നിലനിൽക്കുകയും ആ അന്തരീക്ഷം കുട്ടികളുടെ വളർച്ചയ്ക്കും അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടും ഒത്തിരി ഗുണങ്ങൾ ചെയ്യുമെന്ന് പഠനങ്ങളുണ്ട്. പക്ഷേ ഇന്ന് പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത് എന്താണ്? ജോലി തിരക്കും മറ്റുള്ള കുടുംബ പ്രശ്നങ്ങളും കാരണം ദമ്പതികൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വളരെ കുറവായിട്ടാണ് സർവേ ഫലങ്ങളിൽ കാണുന്നത്. പ്രശ്നങ്ങളുള്ള കുട്ടികളെ അനലൈസ് ചെയ്താൽ എത്തിച്ചേരുന്നത് അവരുടെ കുടുംബ പശ്ചാത്തലത്തിലായിരിക്കും. പ്രീമെറിറ്റൽ കൗൺസിലിംഗ് പല സ്ഥലത്തു നിന്നും ചിലർ എടുക്കുന്നുണ്ടെങ്കിലും സെക്ഷൽ ആൻഡ് റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കൗൺസിലിംഗ് കിട്ടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.